എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിന്റെ സ്പോട്ട് അലോട്ട്മെന്റ് ഒക്ടോബർ 23-ാം തീയതി LBSന്റെ വിവിധ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വെച്ച് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയുന്നത്, ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സിന് ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ NOC, അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്പോട്ട് അലോട്ട്മെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റും ആ ദിവസം, അതായത് ഒക്ടോബർ 23-ാം തീയതി രാവിലെ 10 മണിക്ക് മുൻപായിട്ട് LBSന്റെ ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ നേരിട്ട് ഹാജരാവണം. നിങ്ങൾ പോകുമ്പോൾ ഡോക്യുമെന്റ്സ് കൂടെ കൊണ്ടുപോകണം. പിന്നെ ടോക്കൺ ഫീസ് കരുതിയിരിക്കണം. സോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീസ് LBS സെന്റേഴ്സിൽ അടയ്ക്കേണ്ടി വരുന്നതാണ്. ദാറ്റ് മീൻസ് ഇതുവരെയും അലോട്ട്മെന്റിൽ കോളേജ് ഒന്നും കിട്ടാത്തവർ, അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടി വരും. സോ നിങ്ങൾ ടോക്കൺ ഫീസും കൂടെ കയ്യിൽ കരുതുക. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, പുതിയതായി അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ടോക്കൺ ഫീസ് LBSന്റെ അതായത് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ, നിങ്ങൾ ഏത് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ പോയാണോ സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആ ഫെസിലിറ്റേഷൻ സെന്ററിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ടോക്കൺ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കിട്ടുന്നവർ ആ സെന്ററിൽ വെച്ച് തന്നെ ടോക്കൺ ഫീ പേ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിന്റെ ലിസ്റ്റ് ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങളത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പോകാൻ എളുപ്പമായിട്ടുള്ള ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ നിങ്ങൾ പോയി, അതായത് ഈ പറഞ്ഞ ദിവസം, അതായത് ഒക്ടോബർ 23-ാം തീയതി രാവിലെ 10 മണിക്ക് മുൻപായിട്ട് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിലെത്തി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ സ്പോട്ട് അലോട്ട്മെന്റിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. സ്പോട്ട് അലോട്ട്മെന്റിൽ ആ ദിവസം ഈ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ എത്തുന്നവർക്കാണ് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ പോകുമ്പോൾ ഡോക്യുമെന്റ്സും കൂടെ നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വിളിച്ച് ചോദിക്കുക. അല്ലെങ്കിൽ LBSനെ ഒഫീഷ്യലി കോൺടാക്ട് ചെയ്താലും മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് LBSന്റെ ഇവിടെയൊക്കെയാണ് ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ഉള്ളതെന്നാണ്. അത് ഏത് സ്ഥലമാണ്, പിന്നെ അതിൻ്റെ അഡ്രസ്സ്, പിന്നെ അതിൻ്റെ ഫോൺ നമ്പർ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് ആണ്. അതിൻ്റെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ ഏത് ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വേണമെങ്കിലും പോയി ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. സോ എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ, അതായത് കൃത്യസമയത്തിനുള്ളിൽ തന്നെ സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടി പോയി ഓപ്ഷൻസ് കൊടുക്കുക. അങ്ങനെ അതിൽ അലോട്ട്മെന്റ് കിട്ടുന്നവർക്ക് ആ സെക്കൻഡിൽ തന്നെ ടോക്കൺ ഫീസ് കൊടുക്കേണ്ടി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിഞ്ഞുകൂടെങ്കിൽ LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിന്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഫീസ് വല്ലതും കൊണ്ടുപോകണോ എന്നൊക്കെ. ടോക്കൺ ഫീസ് മസ്റ്റായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. ഇതല്ലാതെ എക്സ്ട്രാ ഫീസ് വല്ലതും കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കോളേജുകളിൽ അലോട്ട്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിലോട്ടാണ് പോകാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് NOC വേണ്ടി വരത്തില്ല. അതിന് പകരം നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കോളേജസിലാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് NOC വേണം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. സോ ഈ കാര്യം എല്ലാവരും മറക്കാതെ വയ്ക്കുക. NOC മീൻസ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ആ കോളേജുകാർക്ക് നിങ്ങൾ ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ ഒരു ഒബ്ജക്ഷനും ഇല്ല എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ റിട്ടേൺ ആയിട്ട് എഴുതി തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് NOC എന്ന് പറയുന്നത്. സോ അതുണ്ടെങ്കിൽ ഈ കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ഒരു ഗവൺമെന്റ് കോളേജാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് NOC വേണ്ടി വരത്തില്ല. അതിന് പകരം നിങ്ങൾ ഒരു പ്രൈവറ്റ് കോളേജാണ് നോക്കുന്നതെങ്കിൽ NOC ആവശ്യമാണ്. അതിന് അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്കാണ് NOCയുടെ ആവശ്യം വരുന്നത്. അല്ലാത്തവർക്ക് ആവശ്യം വരുന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്പോട്ട് അലോട്ട്മെന്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ LBSനെ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ക്വയറീസ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ തേർഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആദ്യമായിട്ടാണ് തേർഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർ ടോക്കൺ ഫീ അടച്ച് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. LBSനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വല്ല സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ നമ്പേഴ്സിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഒഫീഷ്യൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. LBSTVPM@gmail.com ആണ് ഒഫീഷ്യൽ ഇമെയിൽ ID എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ സ്പോട്ട് അലോട്ട്മെന്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കല്ലേ. പിന്നെ തേർഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയവരെ ടോക്കൺ ഫീ അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യുക. ആ കാര്യം മറക്കരുത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ ടോപ്പിക്കായിട്ടും പുതിയ അപ്ഡേറ്റുമായിട്ടും കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.